എം ജി യൂണിവേഴ്സിറ്റിയിൽ ASF-കാരിയായ നിമിഷ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് തന്തയില്ലാത്ത കുട്ടികൾ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ്. അതിന് നൽകുന്ന മറുപടിയുണ്ട്. RSSകാരനാവല്ലേടാ എന്നാണ് ആർഷോയോട് നിമിഷ പറയുന്നത്. എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇടയിലുള്ളത്? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? അജിംസ് ഒരു കാര്യം ചെയ്യും. ആർഷോ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യും. ആർഷോ അല്ല, നിമിഷയോട് ആർഷോ പറഞ്ഞു എന്നാണല്ലോ സണ്ണിയം കബിക്കാട് പറയുന്നത്. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യും, എന്നിട്ട് ബാക്കി ചർച്ച നടത്താലോ. അത് ലോകം മുഴുവൻ കണ്ടതാണ്. വരണോ? എന്നാൽ നിമിഷ ആരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് RSകാരനാവരെന്ന് പറഞ്ഞത്? ആരാണത്? ആ SFIക്കാരൻ ആരാണ്? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു സംസാരം നടത്തി എന്ന് 2 തവണ സണ്ണിയം കബിക്കാട് ഇവിടെ പറഞ്ഞു, ആവർത്തിച്ചു. അജിംസ് ഇടപെട്ടില്ല. അങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ ഈ ചർച്ച തുടർന്നതിന് ശേഷം ഞാനും സണ്ണിയം കബിക്കാടും മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന് ചർച്ച ചെയ്യാം. ആരാണ് സാദിഖ്? ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ മുന്നിൽ കേരളം നിൽക്കുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാം എന്നുള്ള ഒരു ആലോചന അതിനുവേണ്ടി ചർച്ച ചെയ്യുന്നതിന് അംഗീകരിക്കാൻ പറ്റില്ല. അജിംസ് കുറച്ചു നേരം മിണ്ടാതിരിക്കൂ. ഇത്രയും സമയം നിരന്തരമായി കുറെ സമയം സംസാരിച്ചപ്പോൾ അജിംസ് ഇടപെട്ടില്ലല്ലോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, അത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ. അത് മറ്റാരുടെയും തലയിൽ വെക്കോ? നിങ്ങൾ SFIയെ സംബന്ധിച്ച് പ്രതിനിധീകരിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സഹിഷ്ണുത കുറച്ച് സമയം പറയൂ. ഇവിടെ സണ്ണിയം കബിക്കാട് പറയാണ്, ജർമ്മനിയിലെ ഹിറ്റ്ലർ ഭരണത്തിന് സമാനമാണ് കേരളത്തിലെ SFI ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ എന്ന് പറയുന്നു. അത് കേട്ടിരിക്കുന്നു. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഇതേ സംബന്ധിച്ച് മിണ്ടാൻ ഭയമാണ് എന്ന് പറയാണ്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളാരും കാണാത്തത് കൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്ന വേളയിൽ മറ്റ് വിഷയങ്ങളിൽ ചെയ്യുന്നത് പോലെ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ പറയുന്നത് പ്രകാരം വാദത്തിന് സമ്മതിച്ചു തരികയാണ്, കുട്ടികൾക്ക് ഭയമാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഓഫ് ദ റെക്കോർഡെങ്കിലും ഈ തരത്തിൽ കുട്ടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ആധികാരികമായി പറയാൻ പറ്റുമോ? KSUവിന് പറയാൻ പറ്റുമോ? ഒരു വാർത്ത അങ്ങ് സൃഷ്ടിക്കുകയും ആ വാർത്തക്കനുസരിച്ച് വിദ്യാർത്ഥികൾ ഞങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ വിവരം പുറത്തു വന്ന എങ്ങനെയാണ്? ഈ വിവരം പുറത്തു വന്ന അവിടുത്തെ SFIക്കാർ പുറത്തു പറഞ്ഞിട്ടല്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ പുറത്തിട്ട വിവരമല്ല ഇത്. ഇതാ വിദ്യാർത്ഥികൾ തന്നെ പുറത്ത് പറഞ്ഞ വിവരമാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വെളുപ്പിക്കരുത് സാദിഖ്. അതായത് അവിടെ നടന്ന സംഭവം ഏതെങ്കിലും SFIക്കാരൻ പുറത്തുവിട്ട വിവരമല്ല. അവിടെയുള്ള വിദ്യാർത്ഥികൾ ഓഫ് ദ റെക്കോർഡ് പറഞ്ഞ വിവരമാണ് പുറത്തു വന്നത്. അല്ല നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടല്ല ഈ വിവരം പുറത്തു വന്നത്.